ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ കുറെ നാൾക്ക് ശേഷം ഇന്ന് വീണ്ടും പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങുന്ന നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ലുലുവിലൊക്കെ പോവാണെന്ന്. നമ്മളെ കോസ്റ്റ്യൂം കണ്ടല്ലേ അറിയാം. ഐസനൊക്കെ നോക്കൂ, അവള് മഞ്ഞയിട്ട് വെറൈറ്റി ആയിരിക്കുകയാണ്. അവള് SNDP ചേർന്നു ഗായ്സ്. പിന്നെ ഇതാ ഒരുത്തെ അവള് ജന്മത്തെ തല കെട്ടിയേക്കാത്ത അവള് ഇന്ന് പുറത്തു പോകണമെന്നറിയാം. ഇങ്ങനത്തെ ഏട്ടായിനെ കാണാനാണെന്ന് തോന്നുന്നു, തലയൊക്കെ കെട്ടി വെച്ചേക്കുന്നു. പിന്നെ വേറൊരുത്തി, അത് അവളെ ഇന്റർവ്യൂക്ക് നമുക്ക് കാത്തിരിക്കാം ഗൈസ്. ബിക്കോസ് ഇപ്പോഴൊന്നും ഇറങ്ങൂല. ഞാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു മിനിമം ഒരു 5-10 മിനിറ്റ് ആയി കാണും. ഗൈസ് തട്ടമൊക്കെ ചുറ്റി പൗഡറൊക്കെ ഇട്ട് ഗൈസ്. അപ്പൊ നമ്മള് പോണത് ഒക്കെ വഴിയെ പറയാം. നമ്മള് 10 മിനിറ്റ് ട്രാവൽ ഉണ്ട്. എങ്ങോട്ടാണ് ഡെസ്റ്റിനേഷൻ എന്ന് അറിയത്തില്ല ഗൈസ്. അപ്പം പോയിട്ട് കാണിച്ചു തരാം. കുട്ടി ഇതാ ഡോറൊക്കെ പൂട്ടി വെളിയിറങ്ങാൻ പോവുകയാണ്. അപ്പം ബൈ ഗൈസ്. ഗൈസ് അപ്പം മണി ഇപ്പൊ എത്രയായി? 6:52. നമ്മള് പുറത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ജസ്റ്റ് വീടിന്റെ പുറത്തിറങ്ങി നിൽക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങിയത്. മേക്കപ്പെട്ട കുട്ടി പ്ലാൻ പറ്റി. മേക്കപ്പെട്ട കുട്ടി മേക്കപ്പെട്ടതിനാൽ അവളിപ്പോ പറയുന്നത് അങ്ങോട്ട് നടക്കാണ്. നമ്മൾ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ അവർക്ക് സഞ്ചരിക്കണം. അങ്ങനെ നമ്മള് ചങ്ങമ്പുഴ പാർക്ക്, അതായത് എന്നും പഠിക്കാൻ പോണ സ്ഥലത്തോട്ട് തന്നെ വേറൊരു റോഡിൽ കൂടെ പോവുകയാണ്. അപ്പൊ നമ്മള് വീണ്ടും നടന്നിരുന്നത് ചങ്ങമ്പുഴ പാർക്കിലോട്ട് പോകാനുള്ള വഴി കൂടെ ഇങ്ങനെ നടക്കാൻ. എന്റെ ബാക്കി വിൻസി പോസ്റ്റ് ഉണ്ട്. ആൻഡ് ഫ്രണ്ടിലൂടെ ചേച്ചിമാര് വെച്ച് വിടയാണ്. വഴിയൊന്നും അറിഞ്ഞൂടെ, ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. എത്തിയിട്ട് അപ്ഡേറ്റ് അറിയിക്കാം. ഹായ് ഗൈസ്. അപ്പൊ നമ്മള് നടന്ന് ചങ്ങമ്പുഴ പാർക്ക് എത്തിയിട്ടുണ്ട്. എന്റെ വിൻസി ഇവിടെ 2 പിക്ക് എടുക്കാൻ വേണ്ടി മാത്രമാണ് ചങ്ങമ്പുഴ പാർക്ക്. അത് നിങ്ങൾ അഭിനയം നോക്കണം. രണ്ടുപേരും മുഖം കാണിക്കൂല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് കാണാതെ പോകരുത് ഗൈസ്. പിന്നെ എന്താ, ഇവിടെ ഒരു ആനക്കുട്ടിയുണ്ട്, പാട്ടൊക്കെ നടക്കുന്നത്. എന്താണ് ചങ്ങമ്പുഴ പാർക്കിൽ എന്താണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളോട്, ഇവിടെ ഒരു ആനക്കുട്ടനും ഉണ്ട്, ആനക്കുട്ടന്റെ കുട്ടിയും ഉണ്ട്. പിന്നെ അത് പോരാഞ്ഞിട്ട് പാർക്ക് സിസ്റ്റം ഉണ്ട് ഗൈസ്. 2 അതോ മഞ്ഞ ഉടുപ്പിട്ട് പോണ കിളികളെ കണ്ടോ? അതാണ് നമ്മുടെ കുട്ടികൾ. അവര് പാർക്കിൽ സ്ലൈഡ് കളിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി പോവാണ്. അവര് പോയിട്ട് സിഗ്നൽ ഇടും ഗൈസ്. അവര് വേറെ ഏതോ ചെറുക്കൻ ലക്ഷ്യം വെച്ചാണ് പോണേന്നാണ് എന്റെ ബലമായ നിഗമനം ഗൈസ്. അങ്ങനെ പാർക്കിൽ കളിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോയ പിള്ളേരെ ആ വഴിക്ക് പോയി. ഇപ്പൊ ഞാനും ബെൽസിയും മാത്രം ഒരു ബെഞ്ചി നമ്മുടേതായ ഗൈസ്. നമ്മുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം. എന്ത് ചെയ്യാനാണ് ഗൈസ്? പിള്ളേരെ അവിടെ പോയാന്നോല്ലേ കണ്ടം വഴി ഓടി. അപ്പം അവര് കണ്ടം വഴി ഓടിയിട്ട് തിരിച്ചെത്തണ വരെ നമ്മള് ഇവിടെയൊക്കെ തന്നെ കാണും. ഇനി എപ്പോ വീടൊക്കെ വന്നു? സമയം എത്രയും 7:40 കണ്ടം വഴി പോയ പിള്ളേര് അതുവഴി തിരിച്ചു വരണോണ്ട് പാർക്കിൽ നിന്ന് ഇറക്കി വിട്ട് എന്നാണ് എന്റെ ബലമായ നിഗമനം. നമുക്ക് അടുത്തെത്തുമ്പോ വീട് അങ്ങനെ കൈ സമയം 8 മണിയാവാറായി. 8 മണിയായിട്ടും നിങ്ങൾ അവിടെ നോക്കണം, പുറത്ത് കറങ്ങാൻ വന്നിട്ടും ഏട്ടായിക്ക് മെസ്സേജ് ഇടാൻ കാണിക്കുന്ന വിൻസി മോളുടെ ഡെഡിക്കേഷൻ. ഗൈസ് അങ്ങനെ നമ്മള് നടന്ന് നമ്മുടെ വീടെത്താറായി ഗൈസ്. ഫ്രണ്ടില് കുട്ടികൾ പോകുന്നുണ്ടോ? എനിക്ക് വെള്ളം വേണേ. അയ്യോ അമ്മേ, പനി. അങ്ങനെ നമ്മൾ 2 മിനിറ്റ് വീടിന്റെ പുറത്തിറങ്ങാൻ ഇരുന്ന നമ്മൾ ചങ്ങമ്പുഴ പോയി. അതായത് ഏകദേശം 1/2 മണിക്കൂർ അങ്ങോട്ട് ചങ്ങമ്പുഴ പറഞ്ഞ 10 മിനിറ്റ് കണ്ടിട്ട് എല്ലാം പെട്ടെന്നായിരുന്നു ഗൈസ്. അവര് എക്സസൈസ് ചെയ്യാൻ നേരത്ത് ഒരു ചേട്ടൻ പറഞ്ഞു, അതങ്ങനല്ല മക്കളെ എന്ന് പറഞ്ഞെടുത്ത് അവരുടെ ഭാഷയിൽ പറഞ്ഞ ആ സാധനം
Yeah. ക്യാരംസ് കളിക്കാൻ അറിയത്തില്ല. ക്യാരംസ് കളിക്കാൻ കയറിയപ്പോഴും ഇങ്ങനെയായിരുന്നു ഗൈസ്. വലിയ കാര്യത്തിൽ അവിടെ ക്യാരംസ് ഇരിക്കുന്ന കണ്ട് കളിക്കാൻ കയറി. അപ്പോഴത്തേക്കും ഒരാൾ വന്ന് ഗേറ്റ് കളിച്ചു. ക്യാരംസ് പൂട്ടി വെച്ച് ഗൈസ്. അങ്ങനെ അപ്പൊ അവിടുത്തെ ആൾക്കാർ ആ കളിക്കുന്ന സാധനം വീണ്ടും വന്നു ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോ ഇഷ്ടമല്ല. yeah. നമുക്ക് കാണാൻ വേണ്ടതിന് കുഴപ്പമില്ല. We don't have that. അപ്പൊ ഗായ്സ് നമ്മള് വീടെത്താറായി. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ വീഡിയോ ബൈ.